നമസ്കാരം. വിവിധ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട്. ഇനിയെങ്കിലും ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആത്മപരിശോധനയ്ക്ക് തയ്യാറാണ്ടിയിരിക്കുന്നുവെന്ന് വി.ഡി. സതീശനോട് LDF കൺവീനറായിട്ടുള്ള E.P. ജയരാജൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്തിനേയും ഏതിനെ എതിർക്കുന്നു അല്ലെങ്കിൽ എതിർക്കുക എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കടമ എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നുവെന്നാണ് ഈ ഇടതുമുന്നണിയുടെ കൺവീനറായിട്ടുള്ള E.P. ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് അനുദിനം ഉയർന്നു വരുന്ന വിവിധ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇനിയെങ്കിലും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടിയിരിക്കുന്നുവെന്നാണ്. ഏറ്റവും ഒടുവിൽ ആമയഴിഞ്ചാൻ തോടിൽ ഒരു തൊഴിലാളിയുടെ ദാരുണമായിട്ടുള്ള അന്ത്യമുണ്ടായ വേദനാജനകമായിട്ടുള്ള സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണം ഇത്തരണത്തിലൊന്നാണ്. എന്തിനേയും ഏതിനേയും എതിർക്കുക എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കടമ എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചതായി തോന്നുന്നുവെന്നും ജനങ്ങളിൽ ഭീതിയും ആശങ്കയും സൃഷ്ടിക്കുകയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടതെന്നും ഓർമ്മപ്പെടുത്തുകയാണ് E.P. ജയരാജൻ. ആമയഞ്ചാൻ തോട്ടിൽ തൊഴിലാളി വീഴാനിടയായതും ദാരുണമായ അന്ത്യമുണ്ടായതും പോലും അത്യന്തം ഹീനമായി വക്രീകരിച്ച് പരിഹസിക്കുവാനും നിന്ദിക്കുവാനുമാണ് ശ്രമിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്ത് റെയിൽവേ നൽകിയ കരാറുകാരൻ നിയോഗിച്ച തൊഴിലാളിയെയാണ് നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് നമ്മ വിട്ടു പിരിഞ്ഞുപോയത്. ആ തൊഴിലാളിയെ രക്ഷിക്കാൻ അഗ്നിശമന സേനയും കോർപ്പറേഷൻ ജീവനക്കാരും വിവിധ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരാകെയും ആത്മാർത്ഥമായും ത്യാഗപൂർണവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി നടത്തി വന്നത് എന്നും ആ സേവനത്തെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയാനോ നല്ല കാര്യമാണ് എന്ന് സമ്മതിക്കുവാനോ തയ്യാറാകാതെ ആക്ഷേപിക്കുകയാണ് പ്രതിപക്ഷ നേതാവെന്നാണ് ആരോപിക്കുകയാണ് E.P. മഴക്കാലങ്ങളിൽ പകർച്ചവ്യാധികൾ പൊതുവെ കൂടുന്നത് സാധാരണമാണ്. ഇത്തരം അവസരങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിരോധ നടപടികളാണ് സർക്കാർ സ്വീകരിക്കാറുള്ളത് എന്നും എന്നാൽ സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നടത്തുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെയും രോഗപ്രതിരോധ നടപടികളെയും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. ഇത് കണ്ണടച്ചിട്ടാക്കുന്നതിലപ്പുറം എന്താണ് സംസ്ഥാനത്ത് ഓരോ പ്രദേശത്തും നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും രാജ്യത്തിനാകെ മാതൃകയാണ് എന്നാണ് E.P. ജയരാജൻ പറയുന്നത് കേട്ടോ. കോളറ, മഞ്ഞപ്പിത്തം എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് സംവിധാനത്തെ ആകെ വിമർശിച്ച് യാഥാർത്ഥ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ തോതിൽ കോളറയും മഞ്ഞപ്പിത്തവും പിടിപെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളമെന്നും ഈ വസ്തുത മറച്ചുവെച്ച് ജനങ്ങളിൽ ഭീതിയും ആശങ്കയും പരത്തുകയാണ് ചെയ്യുന്നത് എന്നും അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഇത്തരം നിലപാടുകൾ അത് തിരുത്തേണ്ടത് അത്യാവശ്യമാണ്, അത് ഉത്തരവാദിത്തമാണ്. ഒരു ജനപ്രതിനിധിയാകാൻ ഇനിയെങ്കിലും അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാകാൻ ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവിന് കഴിയണമെന്നൊക്കെ ഘോരം ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് E.P. ജയരാജൻ. E.P. ജയരാജൻ സഖാവേ, നമ്മൾ വി.ഡി. സതീശനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. വി.ഡി. സതീശൻ്റെ പാർട്ടിയോടോ വി.ഡി. സതീശൻ്റെ സിദ്ധാന്തങ്ങളോടോ ആദർശങ്ങളോടോ നമുക്കൊരു തരത്തിലുള്ള മമതയുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ട്, അത് സത്യസന്ധമാണ് എങ്കിൽ അത് മനസ്സിലാക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമല്ലേ? എവിടെയാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നത്? എങ്ങനെയാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്? വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ നഗരസഭകളോ നടത്തുന്ന അത്തരത്തിലുള്ള മാലിന്യ നിർമ്മാർജ്ജനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1500 രൂപയ്ക്ക് വേണ്ടി മാലിന്യം കോരാൻ വന്ന പാവപ്പെട്ട ജോയ് മരിക്കില്ലായിരുന്നു. പക്ഷേ താങ്കളിപ്പോൾ ഉന്നയിക്കുന്ന ഈ പറയുന്ന താങ്കളുടെ ന്യായവാദങ്ങളുണ്ടല്ലോ, ഒരിക്കലും നീതിക്ക് നിരക്കാത്തതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ മഴക്കാലത്തിന് മുൻപ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. എവിടെയാണ് നടത്താറുള്ളത്? താങ്കൾ ഒന്നിറങ്ങി ഈ നഗരത്തിൽ എവിടെയെങ്കിലും, ഞാൻ ഇദ്ദേഹത്തെ ഒരിക്കലും നാട്ടിൻപ്രദേശത്തോ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലേക്കോ വരണമെന്ന് പറയുന്നില്ല, പക്ഷേ ഈ നഗരങ്ങളിൽ ഈ സെക്രട്ടേറിയറ്റും അതിൻ്റെ പരിസരങ്ങളിലുമുള്ള ഏതെങ്കിലുമൊക്കെ ഓടകളുണ്ടല്ലോ, ആ ഓടകളൊന്ന് സന്ദർശിച്ചാൽ മതി. എല്ലാം വെള്ളമൊഴുകുന്ന ഓടകളല്ലാതായി മാറിയിരിക്കുന്നു. മണ്ണ് കൊണ്ട് നിറയപ്പെട്ട, മാലിന്യം കൊണ്ട് നിറയപ്പെട്ട ഓടകളായി തീർന്നിരിക്കുന്നു. ഇവിടെ എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന മാലിന്യ നിർമ്മാർജ്ജനം നടത്തിയിട്ടുള്ളത്? മാത്രമല്ല മഴക്കാലത്തിന് മുമ്പ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എവിടെയാണ് വൃത്തിയാക്കിയിട്ടുള്ളത്? ഒന്ന് തുറന്നു പറയാൻ ശ്രമിക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ, വസ്തുതകൾ തിരിച്ചറിയാൻ ശ്രമിക്കൂ. അപ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നതിൽ ഒരു കാര്യവുമില്ല. അദ്ദേഹം പറയുന്നത് സത്യസന്ധമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഭരിച്ചിട്ട് ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടായാലും ഞങ്ങൾ അപ്പോഴും ഇത് തന്നെ പറയും. അല്ലാതെ E.P. ജയരാജൻ കാര്യങ്ങളൊന്നും കാണാതെ വെറുതെ പ്രതിപക്ഷ മനോഭാവത്തെയോ അല്ലെങ്കിൽ ഭാവത്തോടു കൂടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ഇതിനെ സമീപിക്കരുത്. ഇതൊക്കെ ജനങ്ങളുടെ വിഷയങ്ങളാണ്. നടന്നു പോകാൻ ഉതകുന്ന ഒരു റോഡ് പോലും കേരളത്തിൽ ഒരിടത്തുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ വീണ് മരിക്കട്ടെ, അവർ തുലഞ്ഞു പോകട്ടെ എന്നുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ലജ്ജ മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പറയട്ടെ, E.P. ജയരാജൻ സഖാവിന് ജനങ്ങളോട് അത്രത്തോളം സ്നേഹവും കമ്മിറ്റ്മെൻറ്റുമാണ് ഉള്ളതെങ്കിൽ
നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങ് കണ്ണൂരിൽ നിന്നല്ല, അങ്ങ് കാസർഗോഡ് നിന്ന് ആരംഭിക്കണം. അവിടെ നിന്ന് ആരംഭിച്ച് ഇങ്ങ് തിരുവനന്തപുരം വരെ താങ്കൾ വരണം. ആ വരുന്ന വഴികൾ കാണുന്ന നല്ല റോഡുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി കുറിച്ചു വെക്കുക. ഇല്ലെങ്കിൽ ഏത് റോഡുകളെക്കുറിച്ചാണ് താങ്കൾ ഈ പറഞ്ഞത്, അല്ലെങ്കിൽ ഏത് ഓടകളെക്കുറിച്ചാണ് നിങ്ങളുടെ മാലിന്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ എവിടെയാണ് മഴക്കാലപൂർവ്വ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ശുചീകരണങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് ഒന്ന് വിശദമാക്കി തരിക. ഇല്ലാതെ കാണാത്ത കാഴ്ചകളൊന്നും കാണാതിരിക്കുന്ന താങ്കളെപ്പോലുള്ളവർ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് ഒന്നും പറയാതിരിക്കുക. ഒന്നും അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. കാരണം നിങ്ങൾക്കൊന്നും ജനങ്ങളുടെ വേദനയോ വിഷമമോ അറിയില്ല. AC റൂമുകളിൽ മാത്രമായി പോയ ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് സഹതാപം മാത്രം.